ഞാനിപ്പോൾ മേപ്പാടിയിലെ ശ്മശാനത്തിലാണുള്ളത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ചകൾ നിരത്തി ഇങ്ങനെ ചിതകൾ കൊളുത്തി വെക്കുന്ന കാഴ്ചയാണ്. ഏകദേശം ഒരു 15 പേരുടെ മൃതദേഹമെങ്കിലും ഇന്ന് മാത്രം ഇവിടെ സംസ്കരിച്ചിട്ടുണ്ട്. ആ രീതിയിൽ ഇങ്ങനെ നിരന്ന് ചിതകൾ നിൽക്കുന്ന അവസ്ഥ വളരെ വിഷമം, ഇങ്ങനെ തളം കെട്ടിക്കിടക്കുക എന്ന് പറയില്ല, അത്രമാത്രം വിഷമം കൊണ്ട് നിറയുന്ന ഒരു അവസ്ഥയിലാണ് ഈ ഒരു ശ്മശാനമാകെയുള്ളത്. കാരണം നമുക്കറിയാം, ഈ ശ്മശാനം എന്ന് പറയുമ്പോൾ തന്നെ അതൊരു പലപ്പോഴും നമുക്കൊരു ദുഃഖത്തിന്റെ ഒരു ഇതാണ്. അതിനപ്പുറത്തേക്ക് ഇതൊരു ദുരന്തത്തിന്റെ ഭാഗമായി, ഈ ഒരു ദുരന്തത്തിന്റെ സ്ഥലത്ത് ഇങ്ങനെ ഒരു ശ്മശാനം കൂടി വരുമ്പോൾ അതിലും അധികം ദുഃഖമുണ്ടാക്കുന്ന കാര്യമാണ്. ഇത്രയധികം ചിതകൾ നിരന്ന് നിൽക്കുന്നു. ഏകദേശം എത്ര മൃതദേഹങ്ങൾ ഇവിടെ ഇപ്പൊ സംസ്കരിച്ചു കഴിഞ്ഞു? നമ്മളിപ്പോ ഇന്നലെ നമ്മള് സേവാഭാരതിയും ഐവർമഠം കൂടി ഏകദേശം 15 ബോഡി ഇന്നലെ ദഹിപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി ഏകദേശം ഒരു 3 മണി രാത്രിയോട് കൂടിയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചു പോയത്. അതിനുശേഷം ഇന്ന് രാവിലെ വന്നതിന് ശേഷം ഞങ്ങൾ ഏകദേശം ഇപ്പം 7 ബോഡിയോളം ഇപ്പം ദഹിപ്പിച്ചിട്ടുണ്ട്. 7 ശരീരം? അതെ, ശരീരങ്ങൾ. ബന്ധുക്കൾ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്? ബന്ധുക്കള് ഇടപെട്ടിട്ട് അവർ നേരിട്ട് നമ്മൾ ചിതാഗ്നിയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അവരിൽ നിന്നാണ് നമ്മൾ ഏറ്റുവാങ്ങുന്നതും. അതിനുശേഷം അതിന്റെ കർമ്മം ചെയ്തതിനു ശേഷം ചിതാഭസ്മം അവരുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുന്നുണ്ട്. പലർക്കും ഈ ഉറ്റവരും ഒക്കെ മരിച്ചു പോയതായിരിക്കുമല്ലോ, അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ വരുന്നുണ്ടോ? മൃതദേഹങ്ങൾ വരുന്നുണ്ടോ? ഉണ്ട്. അതില് പല ആളുകളുടെയും അവരെ കൂടെയുള്ള ഒറ്റ ആള് മാത്രം ബാക്കി വരുന്ന ഒരു 5-6 ആള് വരെ, അമ്മ പോകുന്നു, അച്ഛൻ പോകുന്നു, അങ്ങനെ കുറെ പേര് ഒന്നിച്ചു പോകുന്ന ആളുകളുണ്ട് അവിടെ. ഒരാൾ മാത്രം ബാക്കി വരുന്ന കുടുംബങ്ങളുണ്ട് നിലവില്. അങ്ങനെയുള്ളവരുണ്ട്. മക്കൾ വന്നിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തിട്ട് പോകുന്നത്. ഇങ്ങനെയാണ് പലരും വരുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഉറ്റവരടക്കം ചില നഷ്ടപ്പെട്ട ആളുകളൊക്കെ തന്നെ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ഒരാൾ മാത്രമൊക്കെ ആയിരിക്കും ബാക്കി ഉണ്ടാവുക. അങ്ങനെ അവരായിരിക്കും മറ്റ് കർമ്മങ്ങളൊക്കെ ചെയ്യുക. ഏതായാലും വളരെ വിഷമമായി നിൽക്കുകയാണ്. വീണ്ടും ചിതകൾ ഓരോരുത്തർക്കായി ഒരുങ്ങുന്നുണ്ട്. ഇനിയും ആളുകൾ അല്ലെങ്കിൽ മൃതദേഹങ്ങൾ ഇവിടേക്ക് വരാനിരിക്കുന്നതുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വിഷമം പിടിച്ച ഒരു സ്ഥിതി. കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിന്റെ ഒരു ബാക്കി പത്രം, അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും അവസാനം, ഒരു മനുഷ്യൻ മരിച്ച ഏറ്റവും അവസാനത്തിലേക്ക്, ചിതയിലേക്ക് അടുക്കുന്നതിന്റെ ഇവിടെയാണ്. അപ്പോൾ വളരെ വിഷമം നിൽക്കുന്ന ഒരു സ്ഥലം. ഇപ്പോൾ ഏകദേശം ഒരു 7 മൃതദേഹം ഇന്ന് തന്നെ ഇവിടെ ദഹിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും മൃതദേഹങ്ങൾ ഇവിടേക്ക് വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇനി വരാനുള്ളവർക്കായുള്ള ചിതകൾ ഒരുങ്ങുകയാണ്. ഗോകുലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. കൂട്ടത്തോടെ സംസ്കാരം നടത്തുന്ന കാഴ്ച അതേറെ സങ്കടകരം, അത് ഹൃദയം തകർക്കുന്ന കാഴ്ച തന്നെയാണ്. ഉറ്റവരും ഇല്ലാതെ